എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 16ാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഏതാണെന്നുള്ളത്. ഞാൻ ചെയ്യുന്നത് സൂംബ ഡാൻസ് ആണ്. അതിന്റെ ലിങ്ക് മുൻപേ നമ്മൾ ഡെയിലി വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് ഫോളോ ചെയ്യാം. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. വെയിറ്റ് ലോസിനായി നമ്മൾ പഴവർഗ്ഗങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് കാലറി വളരെ കുറവായിരിക്കണം, രണ്ടാമത്തത് ഫൈബർ കണ്ടന്റ് കൂടുതലായിരിക്കണം, മൂന്നാമത്തത് വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കണം, നാലാമത്തത് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കണം. അതോടൊപ്പം തന്നെ മധുരം കുറഞ്ഞ പഴവർഗ്ഗങ്ങളാണ് നമ്മൾ വെയിറ്റ് ലോസിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. പഴവർഗ്ഗങ്ങൾ പൊതുവെ മധുരത്തോടുള്ള നമ്മളെ ക്രേവിങ്സ് കുറയ്ക്കാനായിട്ട് ഈ ഒരു ഡയറ്റിംഗ് സമയത്തൊക്കെ നമ്മളെ സഹായിക്കുന്നു. പഴങ്ങളിൽ ഒന്നാമത്തത് ആപ്പിൾ ആണ്. ആപ്പിളിൽ ധാരാളമായിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വയറ് നിറയും. അതോടൊപ്പം ആപ്പിളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ പതുക്കെ മാത്രമേ കൂടുകയുള്ളൂ. അതുകൊണ്ട് കുറേ നേരത്തേക്ക് ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പും ഉണ്ടാവില്ല. രണ്ടാമത്തത് അവോക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് ആണ്. നമ്മൾ ഇതിനെ വെണ്ണപ്പഴം എന്നൊക്കെ വിളിക്കും. ഇതൊരു ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇത്രയധികം ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് നമ്മൾ വെയിറ്റ് ലോസിന് ഉപയോഗിക്കുക എന്നുള്ളത്. അവോക്കാഡോയിൽ അടങ്ങിയിട്ടുള്ളത് നല്ല ഫാറ്റ് ആണ്, അഥവാ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഇത് ശരീരത്തിന് വളരെയധികം നല്ല ഫാറ്റ് ആണ്. അതിന്റെ കൂടെ നല്ല രീതിയിൽ ഫൈബറും അവോക്കാഡോയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവോക്കാഡോ കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. നല്ലതാണെങ്കിലും ഇതൊരു ഹൈ കലറി ഫ്രൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് ലോസിന് പകരം വെയിറ്റ് ഗെയിനിന് കാരണമാവും. മൂന്നാമത്തത് തണ്ണിമത്തനാണ്. ഇതിൽ 90% വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം കാലറീസും വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ 1-2 പീസ് തണ്ണിമത്തനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിശപ്പ് നല്ല രീതിയിൽ മാറിക്കിട്ടും. നാലാമത്തത് പേരയ്ക്കയാണ്. പേരയ്ക്കയുടെ പ്രത്യേകത തന്നെ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഫൈബർ കണ്ടന്റും കൂടുതലാണ്. അഞ്ചാമത്തത് പപ്പായയാണ്. പപ്പായയിലും കാലറീസ് വളരെയധികം കുറവാണ്. 100 ഗ്രാം പപ്പായ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 43 കിലോ കലോറീസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതോടൊപ്പം ഇതിൽ ഫൈബർ റിച്ച് ആണ്. 88% വെള്ളമാണ് അടങ്ങിയിട്ടുള്ളത്. ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈമും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും അതോടൊപ്പം മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്നു. ആറാമത്തത് ഓറഞ്ചും മുസമ്പിയുമാണ്. രണ്ടും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. ഇതിൽ രണ്ടിലും വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് കഴിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓറഞ്ചും മുസമ്പിയും. ഇനി ഏഴാമത്തത് സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലെയുള്ള പലതരത്തിലുള്ള ബെറീസ് ആണ്. ഇതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം മധുരം കുറവാണ്. ഫൈബർ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. എട്ടാമത്തത് പോംഗ്രനേറ്റ് ആണ്. ഇതിൽ കാലറീസ് കുറവും ഫൈബർ റിച്ചുമാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസും ആന്റി ഓക്സിഡൻസ് ഒക്കെ തന്നെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒൻപതാമത്തത് വാഴപ്പഴമാണ്. അതിൽ തന്നെ ഏറ്റവും വെയിറ്റ് ലോസിന് സഹായിക്കുന്നത് റോബസ്റ്റ പഴമാണ്. അതിൽ കാലറീസ് നല്ല രീതിയിൽ കുറവാണ്. അതോടൊപ്പം ഈ ചെറുപഴങ്ങളിലും കാലറീസ് കുറവാണ്. പക്ഷെ നമ്മൾ ഒരെണ്ണമൊന്നും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ നമുക്ക് നല്ലത് റോബസ്റ്റ പഴമാണെന്ന് പറയുന്നത്. ഇനി നേന്ത്രപ്പഴം എടുത്ത് നോക്കുകയാണെങ്കിൽ നേന്ത്രപ്പഴത്തിൽ കാലറീസ് കുറച്ചുകൂടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനായിട്ടാണ് നമ്മൾ നേന്ത്രപ്പഴം കഴിക്കുന്നതെങ്കിൽ വല്ലപ്പോഴും ഒക്കെ സ്നാക്സ് ആയിട്ട് ഒരു പകുതി നേന്ത്രപ്പഴം നമുക്ക് കഴിക്കാം. പത്താമത്തത് കിവിയാണ്. കിവിയിൽ കാലറീസ് വളരെ കുറവാണ്. എന്നാൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുമുണ്ട്. ദഹനം മെച്ചപ്പെടുത്താനും ഫാറ്റ് മെറ്റബോളിസം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് കിവി. 11ാമത്തത് പിയർ ആണ്. പിയറിന്റെ പ്രത്യേകത ഇതിൽ നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം കാലറീസും നല്ല രീതിയിൽ കുറവാണ്. 12ാമത്തത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഇത് നല്ല രീതിയിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. കാലറീസ് കുറവാണ് എന്നത് മാത്രമല്ല നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റും വാട്ടർ കണ്ടന്റും ഇതിൽ കൂടുതലാണ്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വെയിറ്റ് ലോസിന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇനി 13ാമത്തെ ഫ്രൂട്ട് മുന്തിരിയാണ്. മുന്തിരിയിൽ കാലറീസ് കുറവാണ്. എന്നാൽ ഫൈബർ കണ്ടന്റും വാട്ടർ കണ്ടന്റും ആന്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. മറ്റു ഫ്രൂട്ടുകളെ അപേക്ഷിച്ച് മധുരം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന്റെ സമയത്ത് അമിതമായിട്ട് മുന്തിരി കഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. ഒരു ദിവസം നമുക്ക് ഏകദേശം മീഡിയം സൈസുള്ള ഒരു 10-15 മുന്തിരി ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാം. സോ ഇത്രയും പഴവർഗ്ഗങ്ങളാണ് വെയിറ്റ് ലോസ് എന്ന കാറ്റഗറിയിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്.
ഇനി ഇതിൽ പെടാത്ത എല്ലാ പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റ് 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. ഇന്ന് എക്സസൈസ് ചെയ്തില്ല, കാരണം പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. അതിനുശേഷം 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായി കഴിച്ചത് 2 പുഴുങ്ങിയ മുട്ടയും കുറച്ച് കടല പുഴുങ്ങിയതും 3 വാൽനട്ടും കക്കിരിയുമാണ്. 11 മണിക്ക് ഒരു ഗ്രീൻ ടീയും 2 ഡേറ്റ്സും കഴിച്ചു. ഉച്ചയ്ക്ക് 5 ചെറിയ പീസ് ചിക്കനും ബ്രൊക്കോളി ക്യാപ്സിക്കവും ചെറുതായിട്ട് ആവിയിൽ വേവിച്ചെടുത്തതും പയറുപ്പേരിയും സവാളയും കക്കിരിയും തൈരും ചേർത്ത് തയ്യാറാക്കിയ സാലഡുമാണ് കഴിച്ചത്. വൈകിട്ട് ഒരു ചപ്പാത്തിയും ചിക്കൻ കറിയും ബ്രൊക്കോളി ക്യാപ്സിക്കം സലാഡും കഴിച്ചു. സോ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.